അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ കഴിയണം. ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസം നമ്മുടെ അറബി മാസക്കണക്കിൽ അവസാനത്തെ മാസമാണ്. ഇനി ഇൻഷാ അല്ലാഹ് പുതുതായ ഒരു വർഷത്തിലേക്കാണ് നമുക്കെയും കാലെടുത്ത് വെക്കുന്നത്. നമ്മുടെ മനസ്സിൽ നാം ഓരോരുത്തരും തീരുമാനമെടുത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ജീവിതം, ഇനി നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ഓരോ മിനിറ്റുകൾ ചെലവഴിക്കുക എന്ന ഒരു തീരുമാനം ഞാനും നിങ്ങളും എടുത്തിരിക്കണം. ഇനി കൂടുതലായൊന്നും ദുനിയാവിൽ ജീവിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് വർഷങ്ങൾ മാത്രം ദുനിയാവിൽ ജീവിച്ച് പരീക്ഷണമാകുന്ന ദുനിയാവിൽ ആ പരീക്ഷണങ്ങളിൽ നമുക്ക് ഉന്നതമായ വിജയം കൈവരിച്ച് യഥാർത്ഥമായ പരലോക ജീവിതം വിജയിച്ചു കിട്ടണം എന്ന ലക്ഷ്യമാണ് ഓരോ മുഅ്മിനിന്റേതും. അല്ലാഹു തആല നമ്മെല്ലാവരെയും അവൻ വിജയിക്കുന്ന അവന്റെ പരലോക യഥാർത്ഥ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിന്നത്തെ മജ്ലിസിൽ ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട ദിക്റാകുന്ന ഫത്താഹി എന്ന ഇസ്മാണ് ചൊല്ലാനുള്ളത്. ആ ഒരു ഇസ്മ എല്ലാവരും നല്ല ഇഖ്ലാസോടെ തന്നെ ഏറ്റു ചൊല്ലണം. അതിന് മുമ്പായി കുറച്ച് ഇസ്തിഗ്ഫാറും അതേപോലെ തന്നെ തഹ്ലീലും ചൊല്ലണം. പിന്നെ ഫത്താഹി എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ നാമം ചൊല്ലണം. സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അള്ളാഹു തആല അത്തരത്തിൽ നല്ല ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم. 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 أستغفر الله العظيم. استغفر 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 الله العظيم. جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله. 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 لا إله إلا الله.
لا إله إلا الله 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഫത്താഹി എന്ന ഇസ്മ ചൊല്ലാം. ഫത്താഹി എന്ന ഇസ്മിന്റെ മഹത്വം നമുക്കൊക്കെയും അറിയാം. ഈ ഇസ്മു ചൊല്ലുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിജയങ്ങളുടെ കവാടം തുറന്നു കൊടുക്കും. അവൻ്റെ മനസ്സ് അവൻ്റെ അല്ലാഹുവിൻ്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമെന്ന് ഇതിൻ്റെ വ്യാഖ്യാതാക്കളായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് എല്ലാവരും 71 തവണ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് 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 يا فتاح يا الله 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 അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ചൊല്ലാനുള്ള സ്വലാത്തുകളാണ്. പരിശുദ്ധമായ സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എല്ലാം കൂടെ ഏറ്റു ചൊല്ലണം. ആദ്യമായി ചൊല്ലുന്ന സ്വലാത്ത് സആദയാണ്.
വല്ലാത്ത അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് സ്വലാത്ത് സആദ. സ്വലാത്ത് സആദ വിജയിക്കും. ഒരു തവണ ചൊല്ലിയാൽ തന്നെ നമുക്ക് 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്താണ്. എല്ലാവരും അതുപോലെ തന്നെ ചൊല്ലുക. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സ്വലാത്തുൽ കമാലിയ ചൊല്ലാം. എല്ലാവരും മറ്റു ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 14 കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം വയ്ക്കുന്ന ഒരുപാട് മഹത്വമുള്ള ഒരു സ്വലാത്താണ്. എല്ലാവരും മറ്റു ചൊല്ലണം. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം. എല്ലാവരും മറ്റു ചൊല്ലണം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാവരും ഇഖ്ലാസോടെ തന്നെ ഉദ്ദേശങ്ങൾ കരുതി ആമീൻ ചൊല്ലുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا صمدا يا തമ്പുരാനെ, പടച്ച റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു വെച്ച എല്ലാ തിന്മകൾ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനെ. അവർക്കുള്ള ക്ഷീണങ്ങൾ എല്ലാം നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നാം ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകളുടെ മിസ്ല സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മാതാപിതാക്കള്, ഭാര്യന്മാരെ, മക്കള്, പേരമക്കള്, ജിദാദികൾ, അസ്ഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ല. സർവ്വ അംബിയ, മുർസലീങ്ങൾ, മഹാന്മാർ, മശായിഖന്മാർ, ഉസ്താദന്മാർ, അല്ലാഹ് നമ്മുടെ കുടുംബത്തിലും എല്ലാ നമ്മുടെ മജ്ലിസിൽ കൂടെ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലുന്ന പാവപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ഹദറാത്തുകളിലേക്ക് ചൊല്ലിയതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹത്തുക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊന്ന് ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങളെ ഒന്ന് നന്നാക്കണം റഹ്മാനെ. സലീമായ കൽബ് നൽകണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ദേഷ്യമില്ലാതെ, ഹസദ് കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ, ആരെയും ആക്രമിക്കാതെ, ആരെയും ഒരു വാക്ക് പോലും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതെ നല്ല മനസ്സിന്റെ വ്യക്തികളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സിൽ ആരോട് നമുക്ക് വെറുപ്പ് തരല്ലേ അല്ലാഹ്. ഹസദ് തരല്ലേ അല്ലാഹ്. ഗൈബത്ത് നമീമത്ത് പറയുന്നവരാക്കല്ലേ അല്ലാഹ്. ശുദ്ധ മനസ്സ് നൽകണം അല്ലാഹ്. എല്ലാവിധ ശൈത്വാനിന്റെ കുടുക്കുകളിൽ നിന്ന്, എല്ലാവിധ ശൈത്വാനിന്റെ ചിന്തകളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒറ്റ ഹറാമിൽ വീണ് നമ്മുടെ ഇസ്സത്തിനെ നീ കളയല്ലേ അല്ലാഹ്. നമ്മുടെ ഇസ്സത്തിന് കുറവ് സംഭവിക്കുന്ന ഒരു പ്രവർത്തനം പോലും നമ്മുടെ ജീവിതത്തിൽ നീ ചെയ്യിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മുത്തായ തങ്ങളുടെ കാവല് തരണം റഹ്മാൻ. അല്ലാഹുവേ, അവിടുത്തെ പൂമുഖം നമുക്കൊന്ന് കാണിച്ചു തന്നു എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ലൊരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, ആയുസ്സിൽ പലതവണ മുത്തായ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണമല്ലോ. അല്ലാഹുവേ, പലതവണ ഹജ്ജും ഉംറയും ചെയ്യുവാനും മുത്തായ തങ്ങളുടെ റൗളാ ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ പൂമുഖം മനാമിൽ നമുക്ക് കാണാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അതിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ ഹറാമായ ചിന്തകളും പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ളൊരു തൗഫീക്ക്, ഹിദായത്തിന്റെ വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല വീട് നൽകണം അല്ലാഹ്.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് തീർക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണമല്ലോ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. തന്ന മക്കളിൽ നീ ബറക്കത്ത് നൽകണമല്ലോ. അവർക്ക് നീ നല്ല ബുദ്ധിശക്തി, ചിന്താശക്തി നൽകണമല്ലോ. സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ, സജ്ജനങ്ങളിൽ പെടുത്തണമല്ലോ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി ഇതുവരെയും കല്യാണം കഴിയാതെ, ഒരു ആലോചന വരാതെ, വന്നാലോചനകളെല്ലാം മുടങ്ങിപ്പോകുന്നൊരവസ്ഥ, അല്ലാ എത്രയും പെട്ടെന്ന് നീ ശരിപ്പെടുത്തണമല്ലോ. നല്ലൊരു കുടുംബജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, കീഴ്മുറിക്കേണ്ട മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ശാരീരിക, മാനസിക, പൈശാചിക എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട്, ഭയാനകരമായ പേടിപ്പെടുത്തുന്ന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മുത്തുമുഅ്മിനീങ്ങൾക്ക് ആജിലായ ശിഫാഹ് നൽകണമല്ലോ. ആജിലായ ശിഫാഹ് നൽകണമല്ലോ. താമായ ശിഫാഹ് നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.